ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ക്രിസ്തീയ ജീവിതത്തിൽ ഏതൊരു വ്യക്തിക്കും ജയാളിയായി തീരാൻ ഒരു സാധ്യത വേണമെങ്കിൽ നമ്മുടെ മുമ്പിലുണ്ട്. എ വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ്, അത് ജയകരമായ ക്രിസ്തീയ ജീവിതം സാധിച്ചെടുത്ത ഒരുപാട് ഭക്തന്മാരുണ്ട്. ഏത് കാര്യത്തിനും ഒരു വിക്ടറി വേണമെങ്കിൽ, ഒരു ജയം വേണമെങ്കിൽ നമുക്കൊരു വ്യക്തമായ ലക്ഷ്യം മുന്നിൽ വേണം. വ്യക്തമായൊരു ലക്ഷ്യം, എ ഗോൾ, എ വെൽ ഡിഫൈൻഡ് ഗോൾ. വളരെ വളരെ കൃത്യമായ, വളരെ വസ്തുനിഷ്ഠമായ, വളരെ ഉറപ്പുള്ളതായ ഒരു ലക്ഷ്യം നമ്മുടെ മുമ്പിൽ വേണം. ഒരാൾ ഓട്ടക്കളത്തിൽ ഓടുകയാണ്. ഓട്ടക്കളത്തിൽ ഓടുമ്പോൾ ആ വ്യക്തിക്ക് ജയാളിയാകണമെന്ന് തന്നെയാണ് ആഗ്രഹം. ആ ഓട്ടക്കളത്തിൽ ഓടി ജയം പ്രാപിക്കണമെങ്കിൽ വ്യക്തമായിരിക്കണം ആ ഫിനിഷിംഗ് പോയിൻ്റ്. ലക്ഷ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗോൾ, ഫിനിഷിംഗ് പോയിൻ്റ് നിശ്ചയമില്ലെങ്കിൽ എങ്ങനെയാണ് ഓടി ജയിക്കുന്നത്? ആ ഓട്ടത്തിൻ്റെ ആ ഗതി നിർണ്ണയിക്കുന്നത് ആ ലക്ഷ്യമാണ്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്നത് നമ്മുടെ ലക്ഷ്യമാണ്. പ്രിയപ്പെട്ടവരെ, നാം വളരെ വളരെ ഭൗതികമായിട്ട് അല്ല, നാം ആത്മീയമായിട്ട് തന്നെ ചിന്തിച്ച് നോക്കണം. നമ്മുടെ ലക്ഷ്യം എന്താണ്? സത്യത്തിൽ നമ്മുടെ ലക്ഷ്യം എന്താണ്? ഈ ലോക ജീവിതത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് വ്യക്തമായ ലക്ഷ്യത്തോടെയാണ്. ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോഴും ദൈവത്തോട് കൂടെ ജീവിക്കണം, ക്രിസ്തുവിൽ ജീവിക്കണം, ദൈവത്തിൽ ജീവിക്കണം, ദൈവത്തോട് ചേർന്ന് ജീവിക്കണം. ദൈവത്തിൻ്റെ ആ സ്വരൂപവും സാദൃശ്യവും നമുക്ക് തന്നത് ആ ഒരിക്കൽ നഷ്ടപ്പെട്ടതായ അവർ ദൈവ സാദൃശ്യവും സ്വരൂപവും നഷ്ടപ്പെടുത്തി അവർ പിശാചിൻ്റെ രൂപവും സാദൃശ്യവും പ്രാപിച്ചു കഴിഞ്ഞ് ആ നഷ്ടപ്പെട്ട ദൈവിക സാദൃശ്യവും സ്വരൂപവും തിരികെ തരാൻ കർത്താവായ യേശു മനുഷ്യാവതാരം ചെയ്തു, മനുഷ്യനെപ്പോലെ ആയി ഭൂമിയിലേക്ക് പറന്നു. ദൈവത്തിന് സ്തോത്രം. നഷ്ടപ്പെട്ട സ്വരൂപവും സാദൃശ്യവും നമുക്ക് തിരികെ തരാൻ ദൈവത്തിന് സ്തോത്രം. പിതാക്കന്മാർ എഴുതി വെച്ച ഒരു പാട്ടുണ്ട്, നിർമ്മലമാ മുതലേ നിർമ്മലമായി വന്നു വസിച്ചൊരു നിർമ്മലനാ ആത്മജനെ പ്രേഷിപ്പിച്ചവനാം പാവനതാതൻ സംസ്തുത്യൻ. തൻ സാമ്യം നാം പൂണ്ടിടുവാൻ നമ്മുടെ സാമ്യം അവൻ പൂണ്ടു. തൻ സാമ്യം നാം പൂണ്ടിടുവാൻ, അവൻ്റെ സാമ്യം നാം പ്രാപിക്കാൻ, യേശുവിൻ്റെ സ്വരൂപം പ്രാപിക്കാൻ, യേശുവിൻ്റെ സൗമ്യത പ്രാപിക്കാൻ, തൻ സാമ്യം അവനെപ്പോലെയാകുവാൻ, യേശുവിനെപ്പോലെയാകുവാൻ അവൻ നമ്മെപ്പോലെയായി, ഒരു മനുഷ്യനെപ്പോലെയായി, ഒരു നിസാരനെ പോലെ, ഒരു മനുഷ്യനെപ്പോലെ, പൂർണ്ണ മനുഷ്യനെപ്പോലെ ഈ ഭൂമിയിൽ ഒരു നിശ്ചിതമായ ഒരു കാലയളവ് 33.5 വർഷം ഈ ഭൂമിയിൽ ഒരു ചെറിയ ഏരിയയിൽ, ചെറിയ പ്രദേശത്ത് കർത്താവായ യേശു ഒതുങ്ങിക്കൂടി. കാലത്തിൻ്റെ മധ്യത്തിൽ കർത്താവ് ഒതുങ്ങിക്കൂടി. AD-യുടെയും BC-യുടെയും മധ്യത്തിൽ കർത്താവ് ഒതുങ്ങിക്കൂടി. പ്രിയപ്പെട്ടവർ, ആരാണിവൻ? കർത്താവായ യേശു ക്രിസ്തു, സർവത്തെയും ഭരിക്കുന്നതും പരിപാലിക്കുന്നതുമായ, സകല അഖിലാണ്ടത്തെയും നിർമ്മിച്ച് സജ്ജമാക്കിയവനായ, എല്ലാത്തിൻ്റെയും സൃഷ്ടാവായ ദൈവം, അവൻ ഈ ഭൂമിയിൽ ഒരു നിസാരനെ പോലെ ഒരു കന്യകയുടെ ഉള്ളിൽ അവൻ ജന്മമെടുത്തു. അവൻ ഭൂമിയിലേക്ക് പിറന്നു വീണു. പ്രിയപ്പെട്ടവരെ, അവനെ നിസാരനാക്കി ക്രൂശിച്ചു. അവൻ്റെ ജീവൻ നമുക്ക് വേണ്ടി ക്രൂശിൽ അവൻ അർപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വഴിയെ നടന്നു പോകുന്നവർ പോലും കളിയാക്കുവാൻ തക്ക വിധത്തിൽ പരിഹസിച്ചുകൊണ്ട് അവനെ പരിഹസിക്കുവാൻ തക്കവണ്ണം അവൻ നിന്നു കൊടുത്തു. അവൻ വേദനയേറ്റു, അവനെ അടിച്ചു, അവനെ പരിഹസിച്ചു, അവനെ തുപ്പി. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ഏറ്റുകൊണ്ട് നിസാരനെ പോലെ അവൻ ഒരു മനുഷ്യനായി ഭൂമിയിൽ ജീവിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, എന്തിന്? അവൻ്റെ സാമ്യം നാം പ്രാപിക്കുവാനായി. തൻ സാമ്യം നാം പൂണ്ടിടുവാൻ നമ്മുടെ സാമ്യം അവൻ പൂണ്ടു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, ഇങ്ങനെ കർത്താവായ യേശു ഇത്ര എളിമ ധരിച്ചുകൊണ്ട് ഈ ഭൂമിയിലേക്ക് വന്നു. എന്തിന്? നാം അവനെപ്പോലെ ആകാൻ, നമ്മെ അവനെപ്പോലെ ആക്കാൻ. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് ജയമുണ്ടാക്കി. ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ നമ്മെ വീണ്ടെടുത്തു.
പിശാചിൻ്റെ സ്വരൂപവും സാദൃശ്യവും ഉപേക്ഷിച്ച് യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് യേശുവിൻ്റെ സ്വഭാവവും സാദൃശ്യവും പ്രാപിപ്പാൻ തക്കവണ്ണം യേശുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വന്തം കർത്താവും രക്ഷിതാവുമായി നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവായ ഹൃദയത്തിലേക്ക് യേശുവിനെ സ്വീകരിപ്പാൻ തക്കവണ്ണം അവൻ നമുക്ക് വേണ്ടി എവർ അവൈലബിളായി. ജീസസ് ക്രൈസ്റ്റ് ഈസ് എവർ അവൈലബിൾ ടു അസ്. ദൈവത്തിൻ്റെ സ്തോത്രം. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അവനെ നിങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായി നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കാം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ സ്വീകരിച്ചവർ അനേകർ എന്നെ കേൾക്കുന്നുണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. ഒറ്റ ഒരു യോഗ്യത മതി. എന്താണ്? പാപം ഇനിയില്ല. പാപത്തോടെ എന്നേക്കുമായി യാത്ര പറയുന്നു. പിശാചിൻ്റെ വകയായ പാപത്തോട്, ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളോടും പാപത്തോടും ഞാൻ എന്നേക്കുമായി യാത്ര പറയുന്നു. യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. ഇങ്ങനെ കർത്താവും രക്ഷിതാവുമായി യേശുവിനെ സ്വീകരിച്ചവർ പിന്നെ അവനോടുകൂടെ ഈ ഭൂമിയിൽ ജീവിച്ച് അവൻ്റെ സ്വഭാവം പ്രാപിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ദിനംതോറും പുതുക്കിക്കൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. ദിനംതോറും നമ്മളെ പുതുക്കി പരിശുദ്ധാത്മാവ് ഇങ്ങനെ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇടയിലേക്ക് ദൈവമേ എത്ര മനോഹരമായി ചന്തമായി ഇറങ്ങി വന്ന് പ്രവർത്തിച്ചതൊക്കെ പ്രിയപ്പെട്ടവരെ ഈ കൂട്ടായ്മയിൽ കൂടെ നാം അനുഭവിച്ചു. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വലിയ നാം മഹത്വപ്പെടട്ടെ. നമ്മെ ദൈവത്തെ പോലെ ആക്കുവാൻ ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് പറന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. നമ്മുടെ ലക്ഷ്യം ഇനി എന്തായിരിക്കണം? യേശുവിനെ പോലെയാവുക. നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? യേശു ഹൃദയത്തിൽ വരിക. ആരാണ് യേശു? അവൻ നിത്യജീവനാണ്. ആരാണ് യേശു? അവൻ രക്ഷകനാണ്. ആരാണ് യേശു? അവൻ നിത്യനായ ദൈവമാണ്. എൻ്റെ യേശു നിത്യജീവനാണ്. അവൻ സ്വർഗത്തിൻ്റെ അധിപതിയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഇനി എൻ്റെ ജീവിതത്തിലെ ഒരേ ഒരു ലക്ഷ്യം, കർത്താവേ, എനിക്ക് നിത്യജീവൻ പ്രാപിക്കണം. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിത്യതയുണ്ട്. ആ നിത്യതയിൽ യേശുവിനോടുകൂടെ ആയിരിക്കണം സദാകാലവും നാം ജീവിക്കുന്നു. അതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ആ ലക്ഷ്യം ഒരിക്കലും നാം മറന്നു പോകരുത്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമേ, ആ ലക്ഷ്യം മറന്നാൽ നമ്മുടെ പാത തെറ്റും. പ്രിയപ്പെട്ടവർ, ലക്ഷ്യം ശരിയല്ലെങ്കിൽ നമ്മുടെ വഴി തെറ്റും. ദൈവത്തിൻ്റെ സ്തോത്രം. നമ്മുടെ പാത, നമ്മുടെ വഴി അത് ശരിയാകണമെങ്കിൽ, അത് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ തന്നെ നമ്മുടെ ലക്ഷ്യം ശുദ്ധമായിരിക്കണം. ദൈവത്തിൻ്റെ സ്തോത്രം. ക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ തന്നെയാണ് വഴി. മക്കളെ, നിങ്ങൾക്ക് എന്നെ വേണമോ? ഞാൻ നിൻ്റെ ഹൃദയത്തിൽ വന്നാൽ, അല്ല നീ എന്നോട് പറ്റിച്ചേർന്ന് എൻ്റെ ഉള്ളിൽ വസിച്ചാൽ, യേശു എന്നിലും ഞാൻ അവനിലും വസിച്ചാൽ വേറെ വഴിയൊന്നും അന്വേഷിക്കണ്ട. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ദൈവത്തിന് സ്തോത്രം. യേശുവാണ് വഴി. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ആദ്യം വേണ്ടതെന്താ? നമ്മുടെ ലക്ഷ്യം ശരിയാകണം. നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണത്. നമ്മൾ വളരെ ലഘുവായിട്ട് വിട്ടുകളയേണ്ട ഒരു കാര്യമല്ല അത്. ദൈവത്തിന് സ്തോത്രം. ഞാനൊരു ഉദാഹരണ കഥ കേട്ടിട്ടുണ്ട്. ഒരു സന്യാസി ഒരിക്കൽ ഒരു മലഞ്ചെരുവിൽ കൂടെ നടന്നു പോവുകയാണ്. ഒരു സന്യാസി. അദ്ദേഹം ആ മലഞ്ചെരുവിൽ കൂടെ ഇങ്ങനെ, നല്ല പാതയൊന്നും അല്ല, അവിടെ കല്ലും മണ്ണും എല്ലാം ഉള്ള ഒരു ഇടയ്ക്കിടയ്ക്ക് മുള്ളുകളും ഒക്കെ ഉള്ളൊരു പാതയാണ്. അതിലെ അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. കുറേ ദൂരം അങ്ങ് നടന്നു. അദ്ദേഹം ക്ഷീണിച്ചു. ഒരു മടുപ്പും ഒരു ക്ഷീണമൊക്കെ വന്നു. ആ മടുപ്പും ക്ഷീണമൊക്കെ വന്നപ്പോൾ അദ്ദേഹം എന്നിട്ടും അദ്ദേഹം ഒരു മനസ്സോടെ തന്നെ മുന്നോട്ടങ്ങ് പോവുകയാണ്. ഒരു നിരാശയോടെയൊക്കെ മുന്നോട്ടങ്ങ് പോവുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. അങ്ങനെ പോകുമ്പോഴാണ് കുറേ ചെന്നപ്പോൾ വഴിയിൽ കുറച്ച് 3-4 കല്ലുകൾ ഇങ്ങനെ എടുത്ത് വട്ടം വെച്ചിരിക്കുന്നു. ആ വഴി എന്തോ തടയുന്ന രീതിയിൽ 3-4 കല്ലുകൾ അവിടെ ആരോ എടുത്തു വച്ചിരിക്കുന്നു. അദ്ദേഹം ആ കല്ലുകൾ കണ്ട ഉടനെ അദ്ദേഹം നടപ്പ് നിർത്തി. അദ്ദേഹം അവിടെ നിന്നു. കുറച്ചു നേരം കഴിഞ്ഞിട്ട് അദ്ദേഹം അവിടെ ആ റോഡിൻ്റെ സൈഡിൽ വേറൊരു കല്ലേ കയറി അങ്ങ് ഇരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം അവിടെ വെച്ച് നിർത്തി. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ അതിലെ നടന്നു വന്നു. ആ ചെറുപ്പക്കാരൻ അവിടെ വന്നപ്പോൾ അദ്ദേഹം വളരെ വളരെ ലാഘവത്തോടെ അവിടെ വന്ന് ആ കല്ല് ഒരെണ്ണങ്ങ് ഉരുട്ടി മാറ്റിയിട്ട് അതിലെ നടന്നുപോയി. ഒരു കല്ല് മാറ്റി ആ ചെറുപ്പക്കാരൻ അങ്ങ് നടന്നുപോയി. ദൈവത്തിൻ്റെ സ്തോത്രം. അത് ഇദ്ദേഹം കാണുന്നുണ്ട്. ഇദ്ദേഹം അവിടെ ഇരുന്ന് കാണുന്നുണ്ട്. നിരാശയോടെ തല കുമ്പിട്ട് അദ്ദേഹം അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അതിൽ മറ്റൊരു മനുഷ്യൻ വന്നു. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇവിടെ ഇരിക്കുന്നത്? വളരെ ക്ഷീണിതനായി കാണപ്പെടുന്നല്ലോ. ഞാൻ നടന്നങ്ങ് ക്ഷീണിച്ചു, ഞാൻ മടുത്തുപോയി, എനിക്ക് മുന്നോട്ട് പോകാൻ വയ്യ. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് എവിടെയാണ് പോകേണ്ടത്?
അപ്പോൾ ഈ സന്യാസി പറഞ്ഞു, അതെനിക്ക് അറിയില്ല, എനിക്ക് ഓർമ്മയില്ല, എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പം പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടത്? അതും എനിക്കറിയില്ല. ഞാനിവിടെ വന്നപ്പോൾ ഒരു തടസ്സം കണ്ടു, കല്ല് കണ്ടു, ഞാൻ അവിടെ നിന്നിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒരു മടുപ്പും ഒരു നിരാശയൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ടോ നാം പരിശോധിക്കണം. എന്താ കാരണം? എനിക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിഞ്ഞുകൂടാ, ലക്ഷ്യം ശരിയല്ല. പ്രിയപ്പെട്ടവരെ, യു ഷുഡ് ഹാവ് എ വെൽ ഡിഫൈൻഡ് ഗോൾ ബിഫോർ യു. നിങ്ങൾക്ക് ജീവിതത്തിൽ വ്യക്തമായ ലക്ഷ്യം വേണം. പൗലോസ്ലീഹ പറയും, ആകാശത്തെ കുത്തുന്നു പോലെയല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത്, എനിക്ക് വ്യക്തമായ ടാർഗറ്റുണ്ട്. ഞാൻ പോരാടുന്നത് ആകാശത്തെ കുത്തുന്നു പോലെയല്ല, വ്യക്തമായ ടാർഗറ്റുണ്ട്. ഞാൻ കുത്തുന്നത് അത് എവിടെ ചെന്ന് കൊള്ളണമെന്ന് എനിക്കറിയാം. എൻ്റെ യാത്ര എങ്ങോട്ടാണെന്ന് എനിക്കറിയാം. ജീവിതയാത്രക്കാരാ, നിൻ്റെ യാത്ര എങ്ങോട്ടാണ്? എവിടെയാണ് നിൻ്റെ ലക്ഷ്യം? വ്യക്തമായി നിനക്കൊരു ലക്ഷ്യമുണ്ടോ? ദൈവത്തിന് സ്തോത്രം. അറ്റ് എനി കോസ്റ്റ് എനിക്ക് ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുമ്പോൾ എൻ്റെ ദൈവം അനുവദിച്ചിരിക്കുന്ന ആയുസ് ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം യേശുവിനോട് കൂടെ ജീവിച്ച് യേശുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ്റെ വേല ചെയ്ത് അവൻ്റെ വേല തികച്ച് എനിക്ക് ഈ ഭൂമി വിട്ട് കടന്നു പോകണം. മാലാഖമാരെ അകമ്പടിയോടെ എനിക്ക് പറന്നുയർന്ന് യേശുവിൻ്റെ സന്നിധിയിലെത്തണം. അങ്ങനെ സ്വർഗീയ മാലാഖമാരോട് ഒരുമിച്ച് യേശുവിനെ സ്തുതിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു നിത്യജീവൻ്റെ ലക്ഷ്യം നമുക്ക് വ്യക്തമായി നമ്മുടെ ഹൃദയത്തിൽ രൂഢമൂലമായി കിടപ്പുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ മടുക്കും, ഇല്ലെങ്കിൽ ആത്മീയ ജീവിതം വിരസതയാകും, ഇല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിൽ മറ്റുള്ളവരെ കുറ്റം പറയും, ആത്മീയ ജീവിതത്തിൽ നിങ്ങൾ തകർന്നു പോകും, നിങ്ങൾ മറ്റുള്ളവരെയെല്ലാം ദുഷിക്കാൻ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, ആരെങ്കിലുമൊക്കെ ഒരു ജയജീവിതം നയിക്കുന്നുണ്ടെങ്കിൽ അവരോടുള്ള അസൂയയും പശിയും ദുഷിയും എല്ലാമായിട്ട് നിങ്ങളുടെ ജീവിതം നിങ്ങൾ തകർത്ത് നശിപ്പിച്ച് കളയും. പ്രിയപ്പെട്ടവരെ, വ്യക്തമായ ലക്ഷ്യമില്ല, അതാണ് കാരണം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവർ, ഒന്നാമത്തെ കാര്യം, ഒരു വ്യക്തമായ ലക്ഷ്യം നമുക്ക് വേണം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ പാത, വ്യക്തമായൊരു പാത. അത് നമുക്കറിയാം, കർത്താവായ യേശുവാണ് നമ്മുടെ വഴി. അത് ക്രൂസിൻ്റെ വഴിയാണ്. പ്രിയപ്പെട്ടവരെ, അത് വളരെ ലാഘവത്തോടെ ആടിപ്പാടി പോകാവുന്നൊരു വഴിയല്ല അത്. ദൈവത്തിന് സ്തോത്രം. ആരുടെയും തോളത്ത് കൈയിട്ട് ഏത് ഹീനമായ കാര്യങ്ങൾക്കും കൂട്ടുകൂടി എല്ലാവരെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും പ്രോത്സാഹനം ഏറ്റുവാങ്ങിക്കൊണ്ട് അങ്ങനെ പോകാവുന്നൊരു വഴിയല്ല ക്രിസ്തീയ ജീവിതം. അപകസനങ്ങളേക്കും. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരുപാട് ദുഷിക്കലുകളേക്കും, പരിഹാസങ്ങളേക്കും, നിന്ദിക്കും, ഒറ്റപ്പെടുത്തും. ഒരു കുഞ്ഞു പോലും കൂടെയില്ലാത്ത അവസ്ഥ വരും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതെല്ലാമാണ് ക്രിസ്തീയമായ വഴി. അത് ഇടുക്കവും ഞെരുക്കവുമുള്ള വഴിയാണ്. അത് കർത്താവായ യേശു തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ വഴി കണ്ടെത്തുന്നവർ തന്നെ ചുരുക്കമാണെന്ന്. വളരെ ചുരുക്കം പേരെ വഴി കണ്ടെത്തുകയുള്ളൂ. സഹോദര, ഇന്ന് നീ ആടിപ്പാടി പോകുന്നുണ്ട്. നിനക്ക് പരിചയമുള്ളൊരു ആത്മീയം നിനക്കുണ്ട്, നിനക്ക് ഇഷ്ടമുള്ള ഒരു ആത്മീയം നിനക്കുണ്ട്. മറ്റുള്ളവർ എങ്ങനെ എന്നെ കാണണം എന്ന് ആഗ്രഹിക്കുന്നതിന് ലോക മനുഷ്യരെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ആത്മീയവുമായിട്ട് നീ മുന്നോട്ട് പോവുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും കർത്താവായ യേശു നിൻ്റെ വഴിയിൽ പ്രസാദിക്കുകയില്ല. അത് ഇടുക്കവും ഞെരുക്കവുമുള്ള വഴിയാണ് യേശുവിൻ്റെ വഴി. അത് ക്രൂസിൻ്റെ വഴിയാണ്. ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂസ് എടുത്ത് അവൻ എൻ്റെ പിന്നാലെ വരട്ടെ. തൻ്റെ ക്രൂസ് എടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. അതാണ് കർത്താവ് പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അത് ആകയാൽ ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ ഇവിടെ ഭാരങ്ങളുണ്ട്, ക്രൂസുണ്ട്. ആ ക്രൂസിൻ്റെ നീളം കുറയ്ക്കാൻ നാം ഒരിക്കലും തുനിയരുത്. പ്രിയപ്പെട്ടവരെ, ആ ക്രൂസിൻ്റെ ഭാരം കുറയ്ക്കാൻ നീളം കുറയ്ക്കരുത്. ദൈവത്തിന് സ്തോത്രം. ക്രൂസിൻ്റെ ഭാരം കുറയ്ക്കുവാൻ നീളം കുറുതാക്കരുത്. യോനാസർ എഴുതിയ ഒരു ഗാനത്തിലുള്ളതാണ്. ക്രൂസിൻ്റെ ഭാരം കുറയ്ക്കുവാനായി അതിൻ്റെ നീളം കുറുതാക്കി കുറച്ച് മുറിച്ചു കളഞ്ഞു. ഇനി അക്രദേശത്ത് എത്തൂല കേട്ടോ, അക്രദേശത്ത് എത്തുകയില്ല. പ്രിയപ്പെട്ടവർ, ദൈവത്തിൻ്റെ സ്തോത്രം. ആ വഴി ഇടുക്കവും ഞെരുക്കവും ഉള്ളതാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് നാം ആദ്യം ലക്ഷ്യം കൃത്യമാകണം. 2, വഴി നമുക്ക് ക്രൂസിൻ്റെ പാതയാണെന്ന് തിരിച്ചറിഞ്ഞ് സന്തോഷത്തോടെ യേശുവിൻ്റെ കരം പിടിച്ചുകൊണ്ട് മാത്രമേ ആ വഴിയിൽ കൂടെ പോകാനൊക്കൂ, തന്നെ പോകാനൊക്കെയില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇവിടെ നാം 86 സങ്കീർത്തനം നാം കുറച്ച് ഭാഗങ്ങൾ ധ്യാനിച്ചതാണ്. നമുക്ക് വീണ്ടും 3-ാം വാക്യം മുതൽ വായിക്കാം. 86 സങ്കീർത്തനം 1-ാം വാക്യം മുതൽ ഒന്നുകൂടെ നമുക്ക് വായിച്ചു കേൾക്കാം. സൈന്യങ്ങളുടെ യഹോവേ,
തിരുനിവാസം എത്ര മനോഹരം! സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! എന്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. എന്റെ ഉള്ള യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. എന്റെ ഹൃദയവും എന്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. എന്റെ ഹൃദയവും എന്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. കുരികിലൊരു വീടും കുരുകിലൊരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. കുരുകിലൊരു വീടും ഇവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എന്റെ രാജാവും എന്റെ ദൈവവുമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ. എന്റെ രാജാവും എന്റെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഓ, നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ട് ഇടപെടാതെ നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ എന്ന് പറഞ്ഞാൽ നിന്നോട് പറ്റിച്ചേർന്നിരിക്കുന്ന, നിന്റെ ആരാധനയിൽ മുഴുകിയിരിക്കുന്ന യേശുവിനെ തന്നെ ധ്യാനിച്ചുകൊണ്ട് യേശുവിൽ മറഞ്ഞിരിക്കുന്ന ആ കൃപയിൽ പൊതിഞ്ഞു നിർത്തിയിരിക്കുന്നതായ ഒരു ദൈവവേദൻ നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. അവരുടെ ബലം അവനിലായിരിക്കും, യേശുവിലായിരിക്കും ബലം. അവന് സ്വന്തമായ ബലമില്ല. ഈ ഭൂമിയിൽ അവൻ അഭിമാനിക്കത്തക്ക ഒന്നും കാണുകയില്ല. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. ഓ, ആരാണ് സിയോനിൽ എത്തിച്ചേരുന്നത്? ആരാണ് സ്വർഗ സിയോനിൽ എത്തിച്ചേരുന്നത്? ബലം നിന്നിലുള്ളവൻ, യേശുവിൽ ബലം കണ്ടെത്തുന്നവൻ. ഈ ലോകത്തിലല്ല, ലോകത്തിലൊന്നും ആശ്രയിപ്പാനില്ല. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ആശ്രയം എൻ്റെ യേശുവിൽ മാത്രം. ദൈവത്തിന് സ്തോത്രം. ആശ്രയം യേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്രയം യേശുവിലായതുകൊണ്ട് ഞാൻ ഭാഗ്യവാനാണെന്ന്. ദൈവത്തിന് സ്തോത്രം. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. അവൻ്റെ ജീവിതയാത്ര, ആ വഴി, ആ പാത്ത്, അവൻ്റെ ആ മാർഗം ചെന്ന് അവസാനിക്കുന്നത് സ്വർഗരാജ്യത്തിലായിരിക്കും. അതാണ് വഴി. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോൾ അടുത്ത വാക്യം നമ്മൾ വായിക്കുമ്പോൾ ആ വഴി എങ്ങനെയുള്ളതാണെന്നും കൂടെ മനസ്സിലാക്കാം. കണ്ണുനീർ താഴ്വരയിൽ കൂടെ കടക്കുമ്പോൾ. ഇടയ്ക്കിടയ്ക്ക് ആ വഴിയിൽ കണ്ണുനീർ താഴ്വരകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവിടെ കരച്ചിലുണ്ട്, അവിടെ വിലാപമുണ്ട്, അവിടെ വേദനയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് ഭാരങ്ങളുണ്ട്, എന്നും ആവലാതികളുണ്ട്. മക്കളെക്കുറിച്ചുള്ള ആവലാതികളുണ്ട്, കുടുംബത്തിൻ്റെ സ്വസ്ഥത നശിച്ചു പോകുന്നതിനുള്ള ആവലാതിയുണ്ട്, ഭാര്യാഭർത്തൃ ബന്ധം ഉലയുമ്പോഴുള്ള ആ വേദനകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഏറ്റവും ഉറ്റവരായവർ നമ്മളെ പകയ്ക്കുകയും നമ്മളെ ഉപദ്രവിക്കുകയും ചെയ്യുമ്പോൾ ആ വേദനയുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ലോകത്ത് എന്തെല്ലാം ജീവിക്കാനുള്ള പെടാപ്പാട് പെടുമ്പോൾ ഒന്നുമില്ലല്ലോ എൻ്റെ ദൈവമേ, പട്ടിണിയാണല്ലോ, ദാരിദ്ര്യമാണല്ലോ, ആ ഒരു ഭാരമുണ്ട്, എല്ലാം ഉണ്ട്. കണ്ണുനീർ താഴ്വര ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ കണ്ണുനീർ താഴ്വരകളുണ്ട്. കണ്ണുനീർ താഴ്വര കൂടി കടന്നാൽ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. അവർ അതിനെ ജലാശയമാക്കി തീർക്കും. ദൈവത്തിന് സ്തോത്രം. കണ്ണുനീർ താഴ്വരയാണ്, പക്ഷേ ഒരു ദൈവവചനെ സംബന്ധിച്ചിടത്തോളം അതൊരു ജലാശയമാണ്. ഹല്ലേലൂയ. ആവശ്യമുള്ളപ്പോഴെല്ലാം ആ തണ്ണീർ, ആ ജലം വാങ്ങി പാനം ചെയ്യാനായിട്ട് അത് എപ്പോഴും അവൻ അവൈലബിൾ ആയിരിക്കും. കാരണം അവൻ യേശുവിലാണ് മറന്നിരിക്കുന്നത്. യേശുവാണ് കരത്തിൽ പിടിച്ചിരിക്കുന്നത്. അവനാണ് ദാഹം തീർക്കുന്നത്. കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മുൻമഴയാൽ അനുഗ്രഹപൂർണമായി തീരുന്നു. മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരുന്നു. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. അവസാനം അവിടെ ചെന്നെത്തും. എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. ഒരു ഭാരം വന്നു, ദുഃഖം വന്നു. പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം ആകുലങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഭാരപ്പെടേണ്ട. എല്ലാം അറിയുന്ന ഒരു ദൈവം മോനെ നിൻ്റെ കരങ്ങളിൽ പിടിച്ചിട്ടുണ്ട്. നിനക്ക് ഉറപ്പാണോ? അത് യേശുവിൻ്റെ കരങ്ങളിൽ ജീവിതം കൊടുത്തു എന്ന് നിനക്ക് ഉറപ്പാണോ? അവനോട് കൂടെയുള്ളൊരു ജീവിതം നീ ആരംഭിച്ചു പോകും. നിൻ്റെ ലക്ഷ്യം വളരെ വ്യക്തമാണോ? സ്വർഗമാണോ? യേശുവാണോ നിൻ്റെ ലക്ഷ്യം? ദൈവത്തിന് സ്തോത്രം. യേശുവിനോട് കൂടെയുള്ള നിത്യമായ വാസമാണോ നിൻ്റെ ലക്ഷ്യം? നിൻ്റെ വഴി നീ ഏതാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, ദുഷ്കരമായ വഴിയാണെങ്കിലും, പ്രിയപ്പെട്ടവരെ, ക്രൂശിൻ്റെ വഴിയാണെങ്കിലും ഒരു കാര്യം ഉറച്ചുകൊള്ളൂ, നിൻ്റെ രക്ഷകനായ കർത്താവ് നിൻ്റെ കരങ്ങളിൽ പിടിച്ചിട്ടുണ്ടാവും.
ദൈവത്തിന് സ്തോത്രം. യേശു പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എത്ര ദുഷ്കരമായ വഴിയാണെങ്കിലും, അത് കണ്ണുനീർ താഴ്വരയാണെങ്കിലും, ദൈവമേ അത് മുൻമഴയാൽ അനുഗ്രഹപൂർണ്ണമായി തീരും. ആ ദൈവബദലിനെ സംബന്ധിച്ചിടത്തോളം അത് ജലാശയമാക്കി തീർക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതാണ് മാർഗമെന്ന് പറയുന്നത്. നമ്മൾ എന്തിനാണ് ഇതെല്ലാം ചിന്തിക്കുന്നത്? ദൈവമേ ഒരു ശുദ്ധ ഹൃദയം പ്രാപിക്കണമെന്ന്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ചിന്താവിഷയം അതാണ്, ശുദ്ധ ഹൃദയം. എന്താണ് ശുദ്ധ ഹൃദയം? അത് കർത്താവായ യേശുവിനോട് നന്ദിയുള്ള, ദൈവത്തോട് നന്ദിയുള്ള ഒരു ഹൃദയം. ദൈവത്തിന് സ്തോത്രം. 2, അത് തകർന്ന ഹൃദയം, പാവബോധത്താൽ തകർന്ന ഹൃദയം. അനുതാപമുള്ള ഹൃദയം, അനുതാപികളിൽ മനസ്സറിയുന്ന ദൈവം. ആ അനുതാപമുള്ള ഹൃദയമുള്ള ദൈവബൈതലിനെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, അനുതാപമുള്ള ഹൃദയം, അത് ദൈവത്തിന് സ്തോത്രം. അത് 3-ാമത്തെ കാര്യം നാം കണ്ടു. അത് നിത്യജീവനെ കാക്ഷിക്കുന്ന ഒരു ഹൃദയം. ദൈവത്തിന് സ്തോത്രം. അവരോ അധികം നല്ലതിനെ, ദൈവഭക്തന്മാർ, പൂർവിക പുണ്യപിതാക്കന്മാർ അവരാരായിരുന്നു? അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു. ആകെ അവരുടെ ലക്ഷ്യം സ്വർഗരാജ്യം മാത്രമായിരുന്നു. സ്വർഗീയമായതിനെ തന്നെ അവർ കാക്ഷിച്ചിരുന്നു. അത് ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. പക്ഷേ അവരാരും തകർന്നില്ല. അവർ സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോയി. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു. അങ്ങനെ നിത്യജീവനെ കാക്ഷിക്കുന്ന ഒരു ഹൃദയമാണ് ദൈവത്തിന് സ്തോത്രം, ഒരു ശുദ്ധ ഹൃദയം എന്ന് പറയുന്നത്. 4-ാമത്തെ കാര്യമാണ് നാം ഇപ്പോൾ ഈ 42-ാം സങ്കീർത്തനത്തിൽ കൂടെയും 84-ാം സങ്കീർത്തനത്തിൽ കൂടെയും ധ്യാനിച്ചു വന്നത്. അതാണ് പ്രിയപ്പെട്ടവർ. എന്താണ് അതിന്? എ പേഴ്സണൽ ഇൻറ്റിമസി വിത്ത് ജീസസ് ക്രൈസ്റ്റ്. ദൈവത്തോടുള്ള അഭേദ്യമായ ഒരു ബന്ധം, യേശുവിനോട് പറ്റിച്ചേർന്നിരിക്കുന്ന ഒരു ജീവിതം, യേശുവുമായി പറ്റിച്ചേരാനുള്ള ആത്മാവിലും ശരീരത്തിലും യേശുവിനോട് ചേരുവാനുള്ള ഒരു ദാഹമുള്ള ഒരു ഹൃദയം. ദൈവത്തിന് സ്തോത്രം. അതാണ് ശുദ്ധ ഹൃദയം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ 87-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാമത്തെ വാക്യം നമുക്കത് വായിക്കാം. നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്കേറെ ഇഷ്ടം. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്കേറെ ഇഷ്ടം. ഒന്നുമല്ലാത്തവനായി എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു വാതിൽ കാവൽക്കാരനായാൽ മാത്രം മതി എനിക്ക്. ദൈവമേ, ദൈവത്തിന് സ്തോത്രം. അവൻ്റെ അറ്റ് ഹിസ് വെരി ഡോർ സ്റ്റെപ്പ്, അവൻ്റെ ആ വാതിൽക്കൽ മാത്രം എനിക്ക് കടന്നാൽ മതി. ദൈവത്തിന് സ്തോത്രം. ആ പ്രാകാരങ്ങളിൽ പാർക്കാൻ എനിക്ക് യോഗ്യതയില്ല. പക്ഷേ അവൻ്റെ ആ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ സ്ട്രഗിൾ. 1-ാമത്തെ കാര്യം ഒരു ഗോൾ, ഒരു ലക്ഷ്യം. 2, ഒരു പാത്ത്, ഒരു വഴി. 3-ാമത്തെ കാര്യം, ആ വഴിയിൽ കൂടെ പോകണമെങ്കിൽ ഒരു സ്ട്രഗിൾ, ഒരു പോരാട്ടം വേണം. ദൈവത്തിന് സ്തോത്രം. നല്ല പോരാട്ടം പോരാടി ഓട്ടമോടി തികയ്ക്കണം. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലന്മാർ പോയ വഴി കൂടെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഓട്ടമോടി തികയ്ക്കണം. ദൈവത്തിന് സ്തോത്രം. പത്രോസ്ലീഹായും പൗലോസ്ലീഹായും എല്ലാം പോയതായ വഴി, പൂർവിക രക്തസാക്ഷികളായ നമ്മുടെ പിതാക്കന്മാർ പോയതായ വഴി. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ വഴി തിരഞ്ഞെടുത്താൽ അത് മഹാഭാഗ്യമാണ്. അത് ചെന്നെത്തുന്നത് സ്വർഗരാജ്യത്തിലാണ്. പ്രിയപ്പെട്ടവരെ, എപ്പോഴാണ് നമ്മുടെ ആ സ്ട്രഗിൾ വരുന്നത്, പോരാട്ടം വരുന്നത്? നമ്മുടെ ലക്ഷ്യം സ്വർഗമാകുമ്പോഴാണ്. അപ്പോഴാണ് ഈ പോരാട്ടം തുടങ്ങുന്നത്. പക്ഷേ ആ പോരാട്ടത്തിൽ നാം ഏകനല്ല, ഞാൻ ഏകനല്ല. എൻ്റെ കരങ്ങളിൽ പിടിക്കാൻ, എന്നെ ജയാളിയാക്കാൻ എൻ്റെ യേശു ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. പൗലോസ്ലീഹ പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. എൻ്റെ ദൈവമേ, ആ ജീവിതം ധന്യമായില്ലേ? തീർന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. ദൈവമേ ഒരിക്കൽ പറഞ്ഞു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ജീവിതത്തിൻ്റെ അന്ത്യനിമിഷങ്ങളോട് അടുത്തപ്പോൾ അപ്പോസ്തലൻ പറയുകയാണ്, 2 തീമോഥെയോസിന് 2-ാമത്തെ ലേഖനം എഴുതുമ്പോൾ, ആ ജീവിതം മരണത്തോടടുത്ത സമയത്ത് അപ്പോസ്തലൻ പറയുന്ന കാര്യമാണ്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് തരും. എനിക്ക് മാത്രമല്ല അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. സഹോദര, നീ യേശുവിൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചാണോ മുന്നോട്ട് പോകുന്നത്? നിൻ്റെ കർത്താവ് 2ാമത് വരും. എൻ്റെ യേശു ഇനി വരും. അവൻ മധ്യാകാശത്ത് വരും.
അവൻ വരുമ്പോൾ അവൻ്റെ കാഹളനാദം കേൾക്കുമ്പോൾ എൻ്റെ മോനെ നീ പറന്നു ഉയർന്നു പോകുമോ? നീ ഒരുങ്ങിയാണോ ഇരിക്കുന്നത്? അവൻ്റെ ആ കാഹളനാദം ധ്വനിക്കുമ്പോൾ മരിച്ചവർ അക്ഷയരായി ഉയർക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു. പ്രിയപ്പെട്ടവരെ, അത് സംഭവിക്കാൻ പോവുകയാണ്. അത് ഇനി നടക്കാനുള്ള ഏറ്റവും വലിയൊരു അത്ഭുതമാണ്. ദൈവത്തിന് സ്തോത്രം. അന്ന് നീ ആ ജീവനുള്ളതായ വിശുദ്ധന്മാരോടുകൂടെ പറന്നുയരുവാൻ നീയും ഉണ്ടാകുമോ? ദൈവത്തിന് സ്തോത്രം. നല്ല പോരാട്ടത്തോടെ നല്ല പോരാട്ടം പോരാടി നല്ല പോർവരുതി ഓട്ടം തികച്ച് വിശ്വാസം കാക്കണം. വേല തേക്കണം, വിശ്വാസം കാക്കണം. ഓട്ടം തേക്കണം, വിശ്വാസം കാക്കണം. പ്രിയപ്പെട്ടവരെ, ഇനിയുള്ള ആയുസ് നിങ്ങൾക്ക് മാറ്റിവെക്കണ്ടേ പ്രിയരെ? യേശു കരം പിടിക്കണ്ടേ പ്രിയവരെ? അതിനുവേണ്ടി നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ തലകളെ വണങ്ങാം. കരുണയുള്ള കർത്താവേ, വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഇനിയുള്ള ആയുസ് അപ്പാ നിൻ്റെ സന്നിധിയിലേക്ക് ഞാൻ കാഴ്ചയായി അർപ്പിക്കുന്നു. എൻ്റെ ദേഹവും എൻ്റെ ദേഹി ആത്മാവും ഇത് സമ്പൂർണ്ണമായി ഞാൻ നിൻ്റെ കൃപാദത്തിലേക്ക് അർപ്പിക്കുന്നു. കർത്താവേ, എനിക്ക് വേണ്ടി കാൽവറി യാഗമായി തീർന്ന പ്രാണപ്രിയനെ, എന്നെ നേടാൻ വിലയേറെ രക്തം ഊറ്റി തന്നവനെ, ആ വിലയേറെ രക്തത്തിൻ്റെ വിലയായി ഇനിയുള്ള ആയുസ് കർത്താവേ നിന്നെ മാത്രം സ്നേഹിച്ച് നിന്നോട് പറ്റിച്ചേർന്ന് നിന്റെ ചങ്കിൽ കയറി വസിച്ച് നിന്റെ ചങ്കിൽ വസിക്കുന്നതായ ഒരു സ്വർഗീയമായ വാസം എൻ്റെ ദൈവമേ എനിക്ക് ഈ ഭൂമിയിൽ തന്നെ തുടങ്ങണമല്ലോ. ഈ ഭൂമിയിൽ തന്നെ സ്വർഗം തുടങ്ങണം കർത്താവേ. കടന്നു വരുമ്പോൾ നിന്നോടൊത്ത് നിത്യ യുഗങ്ങൾ യേശുവേ, നിന്നോടൊത്ത് എനിക്ക് സ്വർഗീയ മാലാഖമാരോടൊത്ത് വിശുദ്ധന്മാരോടൊത്ത് എനിക്ക് നിന്നെ ആരാധിക്കണം, നിന്നെ സ്തുതിക്കണം. അതിനെന്നെ യോഗ്യനാക്കണമേ. ഇപ്പോൾ അതിനുവേണ്ടി എന്നെ സമർപ്പിക്കുന്നു. എൻ്റെ ദേഹവും ദേഹി ആത്മാവും ഞാനിതാ സമർപ്പിക്കുന്നു. കർത്താവേ, എന്നെ തന്നെ നിനക്ക് തരുന്നു. യേശുവേ, നീ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതിനാൽ എൻ്റെ സകല പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അപ്പാ, എന്നെ നിനക്ക് തരുന്നു. നീ എനിക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരുക്കിയിരിക്കുന്ന അനിത്യ ഭവനത്തിൽ എന്നെയും ചേർക്കണമേ. അതിനായി എന്നെ ഒരുക്കണമേ, എന്നെ കഴുകണമേ, തൃക്കരം വെച്ച് അനുഗ്രഹിക്കണമേ. തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, ഞങ്ങളുടെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ യാചിക്കുന്നു. പിതാവേ, കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ.